ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാരറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കറൻറ്റ് സിറ്റുവേഷൻ എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ കറൻറ്റ് സിറ്റുവേഷനിൽ ബോത്ത് ഓഫ് രണ്ട് പേരുടെയും കൂടി നമ്മൾ നോക്കുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിയിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യം ആ ഒരു പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും പോസിറ്റീവായിട്ട് നിൽക്കുക കേട്ടോ. ഓക്കെ, ഒബ്വിയസ്ലി ഇത് കാണുന്ന ഒരുപാട് പേരുടെ പേഴ്സൺ ഒരു മണി മൈൻഡഡ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് പലരെയും സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടാകും, കടം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ കുറച്ച് പേർക്കൊരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇതിന് കൂടുതൽ മണിക്ക് ഇമ്പോർട്ടൻ്റ് ആ ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു വ്യക്തിയെ മണി റിലേറ്റഡ് ആയിട്ട് സഹായിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ആ ഒരു സോഴ്സ് അവിടെ നിന്ന് നിർത്തിയ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാതെ വേറെ ഒന്നിലേക്ക് പോയ പോലുള്ള എനർജിയൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, പക്ഷേ എടുത്ത് കാണിക്കുന്ന ഒരു എനർജി വൈബ് എന്ന് കാണിക്കുന്ന ഇതുപോലെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും എത്ര കിട്ടിയാലും പോരാന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് എനർജി ഇല്ലേ, അതാണ് വീണ്ടും കിട്ടിക്കോട്ടിരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ കയ്യിൽ വെച്ചോളാം, ഇനിയും കിട്ടുവാണെങ്കിൽ അത് വെയിറ്റ് ചെയ്തോളാം. ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എനർജി പോകുന്നതാണ്. അതിനിപ്പോഴും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ആ സൈക്കിൾ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ആ ഒരു സോഴ്സ് അവസാനത്തിലേക്ക് കിട്ടുന്നില്ല എന്ന് കാണിക്കുന്ന സമയത്ത് വേറൊരു സോഴ്സ് തേടി പോകുന്നുള്ളതാണ് വേറൊരു ഈ ഒരു വ്യക്തിയുടെ എനർജി പ്രകാരം കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ആ ഒരു വ്യക്തി ജെന്യൂനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കുറേ പേരെ സംബന്ധിച്ച് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിട്ട് ഒരുപാട് നാളായിട്ടുള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതിപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ 1001% വീണ്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ കുറച്ചങ്ങ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് ഞാൻ ഉണ്ടോ അവിടെ ഉണ്ട് എന്നാൽ ഇല്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയത്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാണിക്കുന്നത്. അതായത് ഇല്ല, നിങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് തന്നെ പോകും എന്നുള്ള ഒരു വിശ്വാസത്തിലൊക്കെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലൊക്കെ ഈ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട്, വെയിറ്റിംഗ് എനർജിയിലേക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സംബന്ധിച്ച് നിങ്ങൾ എവിടെയും പോകാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാവും, അല്ലെങ്കിൽ നിങ്ങളെന്നുള്ള ആ ഒരു സോഴ്സ് അവിടെ എപ്പോഴും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പലരെയും സംബന്ധിച്ച് അത് ടോക്സിക് സെൻസിലേക്കാണ് പോകുന്നത്. ബാക്കിയുള്ളത് സംബന്ധിച്ച് എന്താണ്, വെയിറ്റ് ചെയ്യാം, കാലക്രമേണ ഇതൊക്കെ ശരിയാവണമെങ്കിൽ ആവട്ടെ, അത്ര വരെ നിങ്ങൾക്ക് എന്തൊക്കെ തിരിച്ചറിവ് ഉണ്ടാവണം എന്നൊക്കെ രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് വന്നിട്ട് അവർ വരട്ടെ, അത്ര വരെ ഒരു ഗ്യാപ്പൊക്കെ വെക്കാം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിങ്ങളെ മാറ്റി വെച്ച ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ബട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ദ 9 ഓഫ് സോഡ്, ദ 10 ഓഫ് സോഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ അത്രക്കും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആ ഒരു വ്യക്തി എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും അത് ഷോ ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ ആ ഒരു വ്യക്തി എപ്പോഴും ഉയർന്നവനാണ്, അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ പോയതല്ലേ. അപ്പോൾ ഇപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് ഒക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലരും ആ ഒരു ടോക്സിക് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ളവരോടാണെങ്കിൽ എനിക്ക് ഞാനൊരു സജഷൻ
പലരെ സംബന്ധിച്ച് ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ച് ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാം. അത്രയ്ക്കും ആ ഒരു ന്യൂ ബിഗിനിങ് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളാണ് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. കാരണം ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു സൈക്കിളിൽ നിന്നും എസ്കേപ്പായിട്ട് മറ്റുള്ളവരെ എനിക്ക് രണ്ടും കൽപ്പിച്ചതൊന്നും വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഓക്കെ, അത് ജസ്റ്റ് ലീവ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നല്ല ഹാപ്പിനെസ് ഉള്ള നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളാൽ തന്നെ ഓക്കെയാണ്. പിന്നെ സെപ്പറേറ്റായിട്ട് വ്യക്തിയുടെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ സ്റ്റിൽ ഐ ഡിസേർവ് ബെറ്റർ, എനിക്ക് നല്ലൊരു വ്യക്തിയെ തന്നെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ളത് നിങ്ങളിൽ തന്നെ തേടിയെത്തും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പാച്ചപ്പ് ടെൻഡൻസിയും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് പണ്ടെങ്ങനെയാണോ അല്ലെങ്കിൽ അതൊക്കെ മാറ്റി സ്വഭാവമൊക്കെ മാറ്റി വരുന്നതാണെങ്കിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറ്റി അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഒരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവർക്കും ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട്. ആ ഒരു ടോക്സിക് സ്വഭാവം മാറ്റി അങ്ങനെയൊന്നുമില്ല. പക്ഷെ കുറച്ച് പേർക്ക് എല്ലാ ഇതൊക്കെ മാറ്റി വെച്ചൊരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട്. അതൊരു കുറച്ച് ആൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു 6% എന്നൊക്കെ പറയാം അല്ലേ. ഒരു 100-ൽ 6% ആൾക്കാർക്ക് മാത്രമേ ഇത് പാച്ചപ്പ്, അതായത് തെറ്റ് മനസ്സിലാക്കി തിരിച്ചറിവ് വരുന്ന ഒരു ഇതൊക്കെ കാണിക്കത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു മൊമെൻറ്റിൽ മിസ്സായത് കൊണ്ട് വരുന്നതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ എനർജിയും കൂടി നോക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി പ്രകാരം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്ന് വെച്ചാൽ പുതിയ പേഴ്സണെ പഠിക്കണം എന്നുള്ള രീതിയിലൊന്നും അല്ല. ബട്ട് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബ്രേക്ക് വേണം. അതായത് എത്രത്തോളം ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ ഒരു ജെന്യൂനിറ്റി കാണിച്ച് മുന്നോട്ട് പോയാലും അവിടെ നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വഴിത്തിരിവ് പോലെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിൽ എന്നെ മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടൊക്കെ പറയുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രമാത്രം പരീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിലുള്ളത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഞാൻ റോങ് പേഴ്സണെ മാത്രം അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുക. എല്ലാ പേഴ്സണും ഓരോരോ ലെസണാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയാറുള്ളത്. എന്ന് വെച്ചാൽ ഓരോരോ പേഴ്സണോടൊക്കെ പോകണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അങ്ങനെയുള്ള ഒരു തോട്ടൊക്കെ പലരെയും മനസ്സിലിപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ എന്നുള്ള രീതിയിലുള്ള എനർജിയൊക്കെ പലരെയും സംബന്ധിച്ച് തോന്നി. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഗ്യാപ്പ് വെച്ച്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പോലും പേടിയാണ്, അല്ലെങ്കിൽ അവരെന്ത് ഇൻറ്റൻഷനിലൂടെയാണോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ഗ്യാപ്പ് വെച്ച് മതി. അത്രത്തോളം ഞാൻ എത്രത്തോളം ഒരാളെ വിശ്വസിക്കുന്നു ആ ഒരു രീതിയിൽ എനിക്ക് പലപ്പോഴും ട്രസ്റ്റ് ഇഷ്യൂ ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് ഒരാളുമില്ലാതെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. ഒതുങ്ങിക്കൂടി നിൽക്കുന്നു എന്നുള്ളത് വീട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്നു എന്ന അർത്ഥത്തിലല്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള തോന്നിച്ചൊക്കെ പലരെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അതൊരു ചേഞ്ച് തന്നെയാണ്. കാരണം പണ്ടൊന്നും നിങ്ങൾക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത്രയും ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉള്ള പേഴ്സൺസിനെ എനിക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വൈബ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. സ്റ്റിൽ ഒരു ഹോപ്പൊക്കെ പലരെയും സംബന്ധിച്ച് അപ്പോഴും കാണിക്കുന്നുണ്ട്. അഥവാ വന്നാലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വന്നാലോ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാലും ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഇനി പറ്റില്ല, ഇനിയിപ്പോൾ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ട് എല്ലാത്തിനും എനിക്കൊരു ബ്രേക്ക് ആവശ്യമുണ്ട്, എന്നിട്ട് ഞാനൊരു തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, പലരും ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ സെൽഫ് ലവ് എന്താണെന്ന്, സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്നും ഒക്കെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. ഇതുതന്നെയാണ് യൂണിവേഴ്സലിൻ്റെ ഒരു ഡിസിഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനൊരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ടൈമായിട്ടും കൂടി ഇതിനെ കണക്കാക്കുക. നോക്കാം. ഓക്കെ, ദ ലവർ ഈസ് ക്ലാരിഫൈഡ് ബൈ ദ കിങ് ഓഫ് പെൻറ്റക്കിൾ. ഓക്കെ, പേജ് ഓഫ് വൺസ് ഈസ് ക്ലാരിഫൈഡ് ബൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ദ 7 ഓഫ് കപ്സ് ആണ്. പലർക്കും പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂ മാതിരി ഉള്ളതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ഒരു ദേഷ്യത്തിന് പുറമെ ആ ഒരു വ്യക്തി ചെയ്ത പോലെ വേറൊരു പേഴ്സണെ
അല്ലെങ്കിൽ വേറൊരു പേഴ്സണെ അപ്രോച്ച് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. അല്ലെങ്കിൽ മീൻസ് വേറൊരു പുതിയൊരു പേഴ്സണെ കണ്ടുവച്ച് അവരോട് റിവെഞ്ച് ചെയ്യുക അങ്ങനെയുള്ളതൊന്നും നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ പേഴ്സൺ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിചാരിച്ച് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ കുറേ ആൾക്കാർ അപ്പോഴും സ്റ്റക്കഡായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് യൂണിവേഴ്സൽ ഹാഡ് എ ബെസ്റ്റ് പ്ലാൻ ഫോർ യു എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തിരിച്ചറിയാൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനും മികച്ചതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതിന് നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിയത് തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ദ കോയിൻ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന പോലെ കാണുന്നില്ല എല്ലാവരും. അതുമാതിരിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ പലരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് ഇറക്കി അല്ലെങ്കിൽ പോയ സമയത്താണ് നിങ്ങളെ തന്നെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി നിങ്ങൾക്കായിട്ട് ടൈം സ്പെൻഡ് ചെയ്തത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. മറ്റുള്ള ടൈമിൽ എന്താണ് ഞങ്ങൾക്ക് വളരെയധികം ടെൻഷനും സ്ട്രെസ്സും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മാത്രമായിരുന്നു അല്ലെങ്കിൽ അവരിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതായിരുന്നു നിങ്ങളുടെ ഇപ്പോഴും പലരെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട്, ഓപ്ഷൻസൊക്കെ ഉണ്ട്. ബട്ട് പലരും അത് എങ്ങനെ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഇനി ആര് വരണമെന്ന് യൂണിവേഴ്സൽ ഡിസൈഡ് ചെയ്തിട്ട് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ എല്ലാവരോടും കുറച്ച് പേരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയോടുള്ള ദേഷ്യത്തിന് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് എടുത്ത് ചാടാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഡയലോഗും കൂടി നമ്മളുടെ മൈൻഡിലേക്ക് വരും. എന്നുവെച്ചാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആവണം എന്നല്ല, ബട്ട് സ്റ്റിൽ ഇന്നത്തെ കാലമാണല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ഇതിനൊക്കെയുള്ള ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. Four of Wands, the Page of Pentacles, the Four of Cups. Four of Cups വിട്ട് കളിയില്ലല്ലോ. The Sun card, the Ten of Cups and the Three of Cups. പലരെ സംബന്ധിച്ച് മാരേജൊക്കെ കഴിയാത്തൊരു വ്യക്തികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇയറിൽ നിങ്ങളുടെ മാരേജിനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ ഞാനൊരു കോട്ട് ഈ ഒരു ടൈമോ എനിക്കറിയില്ല എന്തുകൊണ്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോട്ടാണ്. ചില റീപ്ലേസ്മെൻറ്റ് ദൈവത്തിൻ്റെ സൈഡിൽ നിന്നാകുമ്പോൾ നമുക്ക് പോലും നഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുള്ളതാണ്. അതായത് അത് പെയിനാവാം, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാളായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ അത് ദൈവം റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് വെയിറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അല്ലേ. ഓക്കെ, നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് അല്ലെങ്കിൽ ഒറാക്കിൾ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് തന്നെ ടൈം കണ്ടെത്തുക ചെയ്യുന്നുണ്ടാകാം, നല്ല കാര്യം. അതുപോലെ തന്നെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. ദ സൺ കാർഡ് ഒരു ഹോപ്പാണ് അല്ലേ, ഹോപ്പ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയെ കെയർ ചെയ്യുക, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു. ഒറാക്കിൾ മെസ്സേജസ് ഫോർ യു. ഫോർഗഡ് ഇൻ, ഗോ സ്ലോ, ടേക്ക് ടൈം. അതന്നെ പറയാനുള്ള. പെട്ടെന്ന് ധൃതി പിടിച്ചു പോയിട്ട് എന്താ കാര്യം, അങ്ങനെ തന്നെ പോയാൽ മതി, സമയം എടുക്കും എന്നാലും കുഴപ്പമില്ല അല്ലേ. ദെൻ മിറാക്കിൾസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്ട് ദ വണ്ടറസ് ടു എമേർജസ് എന്നുള്ള കാർഡാണ്. അതായത് അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്ക് പോലെ കാണിക്കുന്നുണ്ടല്ലേ, അതുപോലെ തന്നെയാണ്. അതായത് നിങ്ങളൊരു ഹോപ്പില്ലാത്ത രീതിയിൽ വെച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയൊരു ഹോപ്പുമായിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ യൂണിവേഴ്സൽ വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കാർഡ് നോക്കാം. ദ ജോയ് ആൻഡ് ഡിലൈറ്റ് എന്നുള്ള കാർഡാണ്. ഓപ്പൺ യുവർ ഹേർട്ട്. അതായത് നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്. അതായത് നേച്ചറായിട്ടും അതുപോലെ തന്നെ യൂണിവേഴ്സലും അതുപോലെ തന്നെ നിങ്ങൾ വിളിക്കുന്ന ഡിവൈൻ എനർജിയും എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എല്ലാത്തിനും ടൈമിങ് മാറ്റേഴ്സാണ്, അതിൻ്റെ രീതിയിലാണ്. അതായത് ഇന്ന് ഇവർക്കൊക്കെ നടന്നല്ലോ അതുകൊണ്ട് എനിക്ക് നടന്നില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കേണ്ടതാണ്. അവരുടെ ടൈമിങ് അലൈൻമെൻറ്റൊക്കെ വേറെയാണ്, നിങ്ങളുടെ അലൈൻമെൻറ്റ് വേറെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂ ബിഗിനിങ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു കുട്ടി അവിടെ കാണുന്നുണ്ടല്ലേ, ഒരു മദർ കെയർ ചെയ്യുന്ന പോലെ നിങ്ങളെ ആര് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ദ ഫെയറി മദർ, ദ ഗോഡ് മദർ എന്നുള്ളതാണ്.
കുറേ സംബന്ധിച്ചൊരു മാതൃശക്തി അല്ലെങ്കിൽ മാതാവിൻ്റെ ശക്തി നിങ്ങളുടെ ഈ ഒരു അലൈൻമെൻറ്റിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഹിന്ദുക്കളുടേതാണെങ്കിൽ കരിഞ്ചാമുണ്ടി അമ്മ, ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലേ, കരിഞ്ചാമുണ്ടി അമ്മ, ഭദ്രകാളി അമ്മ, പാർവതി അമ്മ, സരസ്വതി അമ്മ, അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിൽ മേരി മാത, അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ആണെങ്കിൽ അങ്ങനെ വേറെ വേറെ ജാതിൻ്റെ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെയാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മാതൃസങ്കല്പം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ശക്തിയെ മുറുക്കെ പിടിച്ചോളാനാണ് പറയുന്നത്. അപ്പോൾ സോ ഗൈസ്, അപ്പം എല്ലാ ശക്തികളും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സപ്പോർട്ടീവായിട്ട് കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.